മുസ്ലിം കുട്ടിക്ക് എന്തെങ്കിലും ക്രിസ്ത്യൻ പേര് ഇട്ടെന്ന ചോദ്യമാണ് പലരും ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്യാൻ കാരണം? ഇത് ക്രിസ്ത്യൻ നെയിം ആണല്ലോ. നമുക്കറിയില്ല ഇപ്പൊ ക്രിസ്ത്യാനി പേരാണോ. എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പൈസ വന്നപ്പോൾ അഹങ്കാരം കൂടുതൽ കൊണ്ടാണോ ക്രിസ്ത്യൻ പേര് ഇട്ടത് എന്ന് വരെയുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ കുറ്റം പറയുന്നവരുണ്ട്. എന്താ ഉമ്മക്ക് പറയാനുള്ളേ? അവര് പറഞ്ഞോട്ട് അളവായോണ്ടല്ലേ നമ്മളെ മേത്തട്ടൂല. മേത്തട്ടുമ്പോഴേ നമ്മള് പ്രതികരിക്കുള്ളൂ. പുതിയൊരു അതിഥി വീട്ടിൽ വന്നത് പങ്കിടാനാണ് നമ്മളിപ്പോ ഒരുമിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് പുതിയ വിശേഷങ്ങൾ? ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലൂടെ നമ്മളിപ്പോ കടന്നു പോകുന്നത്. കുഞ്ഞുവാവ വന്നപ്പോ എന്താ തോന്നുന്നേ? സന്തോഷം. ചെറിയൊരു ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ വലിയൊരു ഫാമിലി ആയിട്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മാറി എന്നുള്ളതാണ്. നമ്മുടെ എന്ന് പറയാ ഓരോ കുട്ടികൾ വരുമ്പോൾ സന്തോഷം. ഈ ക്രിസ്ത്യൻ നെയിമിൽ തന്നെ കുറേ പേര് കോമൺ നെയിമുകളുണ്ട്. ഇപ്പൊ മറിയം, സെറീന. അപ്പൊ ഞാന് അലേഹ അലൻ. പിന്നെ കേൾക്കാനൊരു നല്ലൊരു പേരാണ്, പെട്ടെന്ന് പറയാനും. പിന്നെ അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് വിവാദങ്ങളായത്. കാരണം പറഞ്ഞ ആളുകൾ തന്നെ പറയണത് ക്രിസ്ത്യൻ പേരാണെന്ന്. പിന്നെ അവരത് നമുക്ക് പറഞ്ഞുതരാൻ നിൽക്കണം. പൈസ വന്നപ്പോൾ അഹങ്കാരം കൂടുതൽ കൊണ്ടാണോ ക്രിസ്ത്യൻ പേര് ഇട്ടത് എന്ന് വരെയുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. കുട്ടി ജനിച്ചോണ്ടേ കുട്ടീനെയും കൊണ്ട് കറങ്ങുക, വീഡിയോ എടുക്കുക, റീച്ചിന് വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് പോലും എടുപ്പിക്കാതെ ചെയ്യിപ്പിക്കുക. 10 മിനിറ്റിന്റെ വീഡിയോ അല്ല ഒരാളുടെ ലൈഫ്. 10 മിനിറ്റ് കഴിഞ്ഞ് എത്രയോ മണിക്കൂർ ബാക്കി കിടക്കുക. 24 മണിക്കൂറിൽ 10 മിനിറ്റ് നമ്മൾ വീഡിയോ എടുക്കുന്നുള്ളൂ. ബാക്കി മണിക്കൂറൊന്നും നമ്മൾ വീഡിയോ എടുക്കുന്നില്ലല്ലോ. അത് നമ്മൾ കുട്ടീനെ നോക്കുന്നുണ്ട്, കുട്ടീനെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മുടെ കാലഘട്ടത്തിലുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്ക്, കടക്ക്, ഇതാക്കുന്നു. പഴമക്കാർ പറയുന്നുണ്ട്, പിന്നെ പഠിച്ച ആൾക്കാരും പറയുന്നുണ്ട്. നമ്മളെന്തായാലും പഠിച്ച ആൾക്കാരും പറയുന്നത് കേൾക്കുന്നുണ്ട്. കുഞ്ഞ് ജനിച്ചത് വരെ പ്രൊമോഷൻ ആക്കിയാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജോലിയുടെ ഭാഗങ്ങളുണ്ട്. നമ്മൾ അതിന് ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു സമയം അതിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നമ്മളത് വീഡിയോസ് എടുക്കുന്നുണ്ട്, അത് എഡിറ്റ് ചെയ്യുന്നുണ്ട്. അത് അവർക്കൊരു ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമുക്കതിന് ഒരു ചിലപ്പോൾ കൊളാബറേഷൻ ആവാം, ചിലപ്പോൾ പെയ്ഡ് ആയിട്ടാവാം, ചിലപ്പോൾ ബാർട്ടർ കൊളാബ് ആവാം. ഇത് നമ്മൾ മാത്രം ചെയ്യുന്നതല്ല, ഇവിടെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാനല്ല, ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. പ്രൊമോഷൻസിന് ഫ്രീ ആയിട്ട് കുറെ സാധനങ്ങൾ കിട്ടില്ലേ? ഇവള് പ്രസവിച്ച് നടക്കുന്ന ടൈമിൽ കുറച്ച് പെൻഡിങ് ആയിരുന്നു. അമ്മനോട് ചോദിച്ചു, ഓളെ ഏതായാലും പെറ്റെടുക്കണം, ഓൾക്ക് ഇനി ചെയ്യാൻ പറ്റില്ല, തൽക്കാലം നിങ്ങളൊന്ന് ഈ ബ്യൂട്ടി ഒക്കെ ചെയ്യുമോ ചോദിച്ചു. നിങ്ങളുടെ വീഡിയോ എന്തിനാ കാണുന്നത്? നിങ്ങളെ കാണാനല്ല. ഞങ്ങള് ഫാൻ ബേസ് ആണ്, നമുക്ക് ഫാൻ ഉണ്ടാക്കണം. ഇതിനെ വരാമ്പോ ഒന്നും ചെയ്തില്ല. നമ്മള് ഫാൻ ബേസ് അല്ല നോക്കിയത്, നമ്മളെങ്ങനെ രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. ഞങ്ങൾക്ക് ഒരാൾ വന്ന് ഞങ്ങളെടുത്ത് സെൽഫി എടുക്കണോ, ഞങ്ങൾ എല്ലാ പരിപാടിക്ക് നമ്മളെ അതിഥിയായിട്ട് വിളിക്കുന്ന ഒരാഗ്രഹം ഒന്നും വരണ്ടായില്ല. കഷ്ടപ്പാടത്ത് എങ്ങനെയെങ്കിലും ഒന്ന് കര കയറിയാൽ അതിൻ്റെ ഇടയെ കുറിച്ച് കുറെ ഫാൻ ഇല്ലല്ലേ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീം 1ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു വൈറൽ യൂട്യൂബ് ഫാമിലിയാണ്, നൗഫൽ ആൻഡ് ഫാമിലി. പുതിയ വിശേഷങ്ങൾ പങ്കിടാൻ, അല്ലെങ്കിൽ പുതിയൊരു അതിഥി വീട്ടിൽ വന്നത് പങ്കിടാനാണ് നമ്മളിപ്പോൾ ഒരുമിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതായത് ചെറിയൊരു ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ വലിയൊരു ഫാമിലി ആയിട്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മാറി എന്നുള്ളതാണ്. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയായി. ഒരുപാട് സന്തോഷം. പെൺകുട്ടിയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്ന് പറഞ്ഞല്ലോ. പെൺകുട്ടിക്കുള്ള പേര് മാത്രമേ ഞങ്ങൾ കണ്ടുവച്ചത്. പെൺകുട്ടിയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പെൺകുട്ടി നമ്മൾ പ്രതീക്ഷിച്ചു. പെൺകുട്ടീനാണ് ഇഷ്ടം. അങ്ങനെയല്ല, പക്ഷെ പെൺകുട്ടിയാണെന്നുള്ളൊരു നമുക്ക് ഉണ്ടാവുമല്ലോ ചിലപ്പോ മനസ്സിൽ ഒരു പെൺകുട്ടിയായിരുന്നില്ലേ, അപ്പൊ ഇതും പെൺകുട്ടിയാണെന്നുള്ളൊരു എനിക്ക് പെൺകുട്ടിയായിരുന്നു. പക്ഷെ വന്നപ്പോ ആൺകുട്ടിയായി. മോൻ ജനിച്ചപ്പോ എത്രത്തോളം സന്തോഷം ഉണ്ടായിരുന്നു? മോൻ ജനിച്ചപ്പോഴും മോള് ജനിച്ചപ്പോഴൊക്കെ നമുക്ക് സന്തോഷം തന്നെ അല്ലേ. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടേത് പറയാ ഓരോ കുട്ടികൾ വരുമ്പോ സന്തോഷം തന്നെ. ഇനിയും കുട്ടികൾ വരാനുള്ള സാധ്യത കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടേ വരുള്ളൂ. മോളെങ്ങനെ മോൻ വന്നപ്പോ ഒരു അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മോൾക്ക് ഇപ്പൊ 1.5 വയസ്സാവുന്നേ ഉള്ളൂ. മോനിപ്പോ ഇപ്പൊ അത്ര ഗ്യാപ്പല്ലേ വരുള്ളൂ.
കർമ്മം കൊണ്ട് മോളിപ്പോ ഓൾക്ക് കുഞ്ഞിത്താത്തായിരുന്നു മാത്രമാണ്. അതെ. ശരിക്കും ഓളാണ് നമ്മളെ ചെറിയ കുട്ടിയാവേണ്ടി. കാരണം വയസ്സുകൊണ്ട് ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെ കുഴപ്പമില്ലല്ലോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഡിസ്റ്റൻസ് ഓള് പെട്ടെന്നൊരു കുഞ്ഞിത്താത്തയായി. അപ്പൊ ഓൾക്ക് അക്സെപ്റ്റ് ചെയ്യാ വെച്ചാൽ ഇവള് മിക്കവാറും മോനായിട്ടാണല്ലോ കൂടുതൽ നടക്കുക. അതെ. അതായത് ഇപ്പൊ ചെറിയ കുട്ടി പാല് കൊടുക്കണം, അതെ. അതിനാണ് കൂടുതൽ കെയർ ചെയ്യാൻ പറ്റുക. മറ്റേതിനും കെയർ ചെയ്യണം. രണ്ടും പാടും നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ. അപ്പൊ കൂടുതൽ എന്താന്ന് വെച്ചാൽ ഞാനധികം മോളെ കൊണ്ട് പോക്കാണ്. ഞാൻ നാട്ടിലോട്ട് പോവും. അങ്ങനെ മോക്ക് ഇഷ്ടപ്പെട്ടോ മോനെ? കളിക്കാനൊക്കെ പോകുന്നുണ്ടോ? ചിലപ്പോ കളിക്കും, ചിലപ്പോ റിമോട്ടോട്ട് തലക്കടിക്കും. ഉപദ്രവമൊക്കെ ഉണ്ട്. അത് നമുക്ക് അറിയുന്നില്ലാവോ, അറിയാനുള്ള പ്രായം ആയില്ലല്ലോ, ചെറുതല്ലേ. പക്ഷെ എന്നാലും നമ്മളെ എടുക്കുമ്പോ ഇടങ്ങേറുണ്ട്. അതായത് അത് ഉണ്ടാവും. കാരണം ഇങ്ങനെ നോക്കൂ, എന്നിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ അത് കാണുമ്പോ നമുക്ക് ചെറിയൊരു ഇടങ്ങേറ്. കുട്ടീനെ ആരാ എടുത്ത വെച്ചാല് ഓളെ പിന്നെ ഒരു മൈൻഡ് വെക്കൂല. ഇപ്പൊ ഉമ്മന്റെ അടുത്താണെങ്കിൽ ഉമ്മ വിളിച്ചാലൊന്നും പിന്നെ പോവില്ല. അങ്ങനെ ഉണ്ട്. കുറച്ചും കൂടി വലുതാവുമ്പോ മോക്ക് കുറച്ചും കൂടി ഇതാവല്ലേ ഉള്ളൂ. എന്നെ നോക്കുന്നില്ല, അങ്ങനെയുള്ളൊരു ചെറുതല്ലേ. നമ്മള് കൂടുതൽ ഓളെ കെയർ ചെയ്യാൻ നോക്കും. അപ്പോ ഇപ്പൊ നമ്മുടെ പേരിടൽ ചടങ്ങായിരുന്നു കുറച്ച് വൈറലായി നിന്നോണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ പേരിട്ടു അല്ലെങ്കിൽ മുസ്ലിം കുട്ടിക്ക് എന്തെങ്കിലും ക്രിസ്ത്യൻ പേരിട്ടു എന്ന ചോദ്യമാണ് പലരും ഇങ്ങനെ ഉയർന്നു വന്നോണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്യാൻ കാരണം? മുസ്ലിം കുട്ടിക്ക് ക്രിസ്ത്യൻ പേരിട്ടു എന്നുള്ളതല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളോട് ആദ്യം പറഞ്ഞായിരുന്നല്ലോ, നമ്മള് മോൾക്കുള്ള പേരാണ് കണ്ടുവച്ചിരുന്നത്. മോന് ഞങ്ങൾ പേര് ഇട്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്താക്കി, നമ്മളെ മൂത്ത കുട്ടിയുടെ പേര് അലേഹ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സിനോട് തന്നെ ഞാനിങ്ങനെ ചോദിച്ചിട്ടും അതേമാതിരി ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഫോളോ ഇട്ടിട്ടൊക്കെ ചോദിച്ച് അങ്ങനെ കൂടുതൽ ആൾക്കാരും ഈ അലേഹ എന്നുള്ള പേരിനോട് സാമ്യം വെച്ചിട്ടുള്ള പേരുകളാണ് നമുക്ക് സജസ്റ്റ് ചെയ്തത്. അതിൽ കുറെ പേര് ഇപ്പൊ അലൻ ഉണ്ടായിരുന്നു, പിന്നെ അലൻ ഖുറൈശ്, അലൻ മാലിക്, അലൻ ഐബക്ക്, അലൻ യമാല്, അങ്ങനെയൊക്കെ പേരുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് അലേഹ അലൻ പിന്നെ കേൾക്കാനൊരു നല്ലൊരു പേരാണ്, പെട്ടെന്ന് പറയാനും ഒരു ട്രെൻഡ് ഔട്ട് ആവില്ല എന്നൊക്കെ ഇങ്ങോട്ട് വിചാരിച്ച്. അപ്പൊ പിന്നെ ഞാനത് ആ പേര് ചൂസ് ചെയ്ത്. പിന്നെ അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് വിവാദങ്ങളായത്. കാരണം പറഞ്ഞ ആളുകൾ തന്നെ പറയണത് ക്രിസ്ത്യൻ പേരാണെന്ന്. പിന്നെ അവരത് നമുക്ക് പറഞ്ഞുതരാൻ നിൽക്കാം. ഈ പേര് പറഞ്ഞപ്പോ സിനുവിനൊക്കെ ഇഷ്ടപ്പെട്ടു? ഉമ്മാക്കൊക്കെ ഓള് ഞാൻ പറഞ്ഞ മാതിരി ഇത് നിങ്ങൾക്ക് വിട്ടു, എനിക്ക് വിട്ടു. മോക്ക് താത്താനിട്ടത്. അപ്പൊ മോന് ഞാനിട്ടപ്പോ വിവാദം അല്ല, മോൾക്ക് ഇട്ടപ്പോഴും ഈ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിരുന്നു. അലേഹ എന്ന് വന്നപ്പോഴും ഇത് ക്രിസ്ത്യൻ നെയിം ആണല്ലോ. പൈസ വന്നപ്പോൾ അഹങ്കാരം കൂടുതൽ കൊണ്ടാണോ ക്രിസ്ത്യൻ പേര് ഇട്ടത് എന്ന് വരെയുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് എല്ലാ ആളുകളും ഒരു 180% ആളുകളും അലൻ 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 എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ അമ്മയുടെ കുട്ടിക്ക് ഇട്ടിക്കണേ, മൂത്താപ്പാന്റെ കുട്ടിക്ക് ഇട്ടിക്കണേ, ഇളയപ്പാന്റെ കുട്ടിക്ക് ഇട്ടിക്കണേ. അപ്പൊ നമ്മള് അവരെന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ കുട്ടിയുടെ പേര് ഇതാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് നമുക്കുള്ളത്. അത് നമുക്ക് വരുന്നത് പൈസ കൂടിയപ്പോൾ അല്ലെങ്കിൽ എന്താണ് ആളുകൾ തിരിച്ചറിഞ്ഞപ്പോ ജാട കൂടി കുട്ടിയുടെ പേര് മാറ്റി എന്തൊക്കെ കാണണോ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് തന്നെ, കാരണം അവരോടൊരു ഒപ്പീനിയൻ ചോദിച്ചാൽ അവര് പറഞ്ഞ പേര് നമ്മൾ സജസ്റ്റ് ചെയ്ത് അവരെന്നെ നമ്മൾ തിരിച്ചു പറയുമ്പോ നമുക്കത് ഇങ്ങനെ ഒരു ചെറിയ വിഷമം ഉണ്ടാക്കി. നമ്മൾ പേര് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ, ഒരു അക്ഷരം മാറ്റി. അതായത് നമ്മള് ബർത്ത് സർട്ടിഫിക്കറ്റ് ഫൈനൽ ആക്കാൻ വേണ്ടിട്ട് അവര് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ ഈ ഒരു കമന്റും കൂടി അങ്ങനെ കണ്ടു ന്യൂസില്, ആ ഈ മാറ്റി എ ആക്കിയ വലിയ കുഴപ്പമില്ലായിരുന്നു, ഞാൻ അതും കൂടി ആക്കാറുണ്ട്. വ്യക്തിത്വം വരുന്നുണ്ട്, സുന്ദരം വരുന്നുണ്ട്, അങ്ങനെ മോശപ്പെട്ട അർത്ഥമല്ല. പിന്നെ ഈ ക്രിസ്ത്യൻ നെയിമിൽ തന്നെ കുറെ പേര് കോമൺ നെയിമുകളുണ്ട്. ഇപ്പൊ മറിയം, ഇതിപ്പോ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്റെ മൂത്തമ്മാന്റെ പേര് മറിയാന്ന. അതേമാതിരി സെറീന ഇല്ലേ? ആഷിക്കില്ല, മുസ്ലിമാണ്. ഉണ്ടോ എനിക്കറിയില്ല. അല്ല, കോമൺ പേരുകളുണ്ട്. അതായത് എല്ലാരും ഇപ്പൊ റോഷ്ന അല്ലെ, അത് എല്ലാരും ഉപയോഗിക്കുന്ന പേരുകളാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാത്രം ഇത്തരത്തിലുള്ള കമന്റ്സ് വന്നതെന്ന് ചിന്തിച്ചോ? നമുക്ക് ചിന്തിക്കാൻ വേറൊന്നുമില്ല. നമ്മള് പബ്ലിക്കില് വീഡിയോ ഇടുമ്പോ എന്തായാലും പബ്ലിക്കായിട്ട് തന്നെ വരും. പക്ഷെ നമ്മൾ പബ്ലിക്കിനോട് ചോദിച്ചിട്ടാണ് നമ്മൾ ആ ഒരു പേര്, അവര് സജസ്റ്റ് ചെയ്ത പേര് നമ്മൾ ഇട്ടത്. അവരെന്നെ തിരിച്ചു പറയുമ്പോ ഒരു വിഷമമായി, നമുക്ക് ഏതായാലും പേരിട്ടാൽ മതിയായിരുന്നു എന്നുള്ളതൊക്കെ ആയി.
ഇനി എന്തെങ്കിലും അഭിപ്രായം ചോദിക്കാനുണ്ടോ? ഏ? ഫോളോവേഴ്സിനോട് ഇനി എന്തെങ്കിലും അഭിപ്രായം ചോദിക്കാനുണ്ടോ? ഫോളോവേഴ്സിനോട് ഇനി എന്താ അഭിപ്രായം ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി എന്താ ചോദിക്കാം? അടുത്ത കോൺട്രവേഴ്സിക്ക് വേണ്ടിട്ട് ഇല്ല, ഇനി നമുക്ക് അങ്ങനെ കൂടുതൽ ഞങ്ങളുടെ അഭിപ്രായങ്ങള് ചോദിച്ചിടത്തോളം നമുക്ക് പണി തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. അയച്ചിട്ട് അവര് മോശമല്ല, അപ്പൊ അവര് കാരണമാണ് നമ്മൾ ഇവിടെയൊക്കെ എത്തിയതും. കാരണം അവര് വീഡിയോസ് കാണുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്നാണല്ലോ, ഒരു നെഗറ്റീവും വരും പോസിറ്റീവും വരും. ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോട് ഇക്കാക്ക് എന്താ പറയാനുള്ളത്? നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവര് ഇപ്പൊ നമ്മളെ ഒരാളെ കുറിച്ച് ഒരാൾ എന്തെങ്കിലും പറയുകയാണ്, അപ്പൊ അയാളുടെ എന്താണ് എല്ലാം അറിഞ്ഞിട്ട് പറയാം. ഇപ്പൊ ഞാനൊരു ഒരു കാര്യം പറയാണ്. ഇപ്പൊ നമ്മുടെ കണ്ണിൽ തന്നെ ഇപ്പൊ നമുക്ക് റിലേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ പ്രസവിച്ച് കിടക്കുക, കുറച്ച് ഏജ്ഡ് ആയ ആളുകളാണെന്നുണ്ടെങ്കിലും അവര് ജസ്റ്റ് വന്നിട്ട് ഒന്ന് ചോദിക്കും എന്ത് ഈ തടി ഇപ്പൊ റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ അതാണ്. ഇപ്പൊ 2 പോസ്റ്റ്നാറ്റൽ കെയറിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഫസ്റ്റ് നിന്നത് അവിടെ വെൽവെയറും ഇത് സൂതികയും, അതായത് അവിടെ 14 ദിവസം ഇവിടെ 14 ദിവസമാണ്. അപ്പൊ വരുന്ന കമന്റ്സ് എന്ത് ചെയ്യും, ഈ 14 ദിവസം അവിടെ നിന്നിട്ടും 14 ദിവസം ഇവിടെ നിന്നിട്ടും അവന്റെ തടിക്കൊരു മാറ്റമില്ലല്ലോ. അങ്ങനെ ഇപ്പൊ എന്റെ പെരയിലെ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആൾ ഇവളാണ്. അതായത് മിനിമം ഭക്ഷണം, അതായത് ഒരു മനുഷ്യൻ കഴിക്കേണ്ട അത്ര. ഞാനൊന്നും ഒരു ദോശയിൽ കൂടുതൽ നമ്മൾ കഴിക്കൂല. അതായത് കുറച്ച് സാധനം എന്നാലും ഞാൻ തടി ഉണ്ടാവും. ഇവിടെ എങ്ങനെ കഴിച്ചാലും ഇവിടെ തടി ഇങ്ങനെ തന്നെ. അത് ഞാൻ പറയുന്നത് ഓൾറെഡി ഇടയ്ക്ക് ഞാൻ പറയലുണ്ട്, എന്ത് അതെന്റെ ഭാഗ്യാണ്. തടിക്ക് കേടില്ലാതിരുന്നാ പോരെ. നമ്മളൊന്നും കഴിക്കണമെങ്കിൽ ഡയറ്റ് അതിന്റെ ഫോളോ അപ്പ് ഫുള്ള് നോക്കി നിൽക്കണം. അപ്പൊ ഇങ്ങനെ വന്ന് ചോദിക്കും, അല്ലെങ്കിൽ വന്നിട്ട് പെറ്റെടുക്കുന്നിടത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കും. മനസ്സിലായല്ലോ? ഞാൻ ഇപ്പൊ ആ സാധനമൊക്കെ റീലാക്കല. അപ്പൊ ഞാനത് റീലാക്കി കഴിഞ്ഞപ്പോ ഇന്നലത്തെ ഞാൻ ഒരു വിട്ട വീഡിയോ 4 മില്യണാ. അത് എന്താ റീല് എന്നറിയോ? എന്താണ് ആ സാധനം ക്രിയേറ്റ് ഞാൻ ചോദിക്കുന്നത് ആർക്കെങ്കിലും ഉള്ള മറുപടി ആയിരുന്നു. അതിൽ ഒരുപാട് കമന്റ്സ്. ഇത് 2 വർഷം മുന്നേ അറിയാണെങ്കിൽ ഞാൻ തിരിച്ചു പറഞ്ഞായിരുന്നു. അല്ലെ, കുറെ ആളുകൾക്ക് അത് റിലേറ്റ് ആണ്. സത്യം. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറെ സാധനങ്ങൾ, അതേമാതിരി ഇപ്പത്തെ ഡിപ്രഷൻ. അപ്പൊ ഇന്നലെ ഡിപ്രഷന്റെ സംഭവമായിരുന്നു. ഉമ്മാക്ക് ഡിപ്രഷൻ എന്താന്ന് അറിയില്ല. അങ്ങനെ കുറെ സംഭവങ്ങള്. പക്ഷെ മറ്റേത് കുറെ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട്. അതിന്റെ നെഗറ്റീവും വന്നിട്ടുണ്ട്, കുറെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ കമന്റ്സിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, കുട്ടി ജനിച്ചോണ്ടേ കുട്ടീനെയും കൊണ്ട് കറങ്ങുക, അതിന് റെസ്റ്റ് വേണ്ടേ, ഒന്നുമില്ലെങ്കിൽ താത്ത പ്രസവിച്ചല്ലേ ഉള്ളൂ, പുള്ളിക്കാത്തിക്ക് റെസ്റ്റ് വേണ്ടേ, എന്തിനാ ഇങ്ങനെ കറങ്ങുന്നേന്ന് ചോദിക്കുന്നവരുണ്ട്. അതായത് ഉമ്മാടെ ഏജുള്ള, അതായത് ഉമ്മാടെ കാലഘട്ടത്തിലുള്ള ആളുകൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റെസ്റ്റ് എടുക്ക്, കടക്ക്, ഇതാക്കുന്നു. എടുക്കണോ? നമ്മൾ റെസ്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങള് പോയ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നടക്ക്, ഇരിക്കരുത്, നടക്കാനും കടക്കാനും. സ്റ്റിച്ചൊക്കെ പൊട്ടി പെട്ടെന്ന് ഇതാവണമെങ്കിൽ നമ്മൾ കുറച്ച് നടക്കണം അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഇത് ഏതാണ് നോർമൽ ഡെലിവറി ആയിരുന്നില്ലേ, ഏതാണ് നമ്മൾക്ക് ഇത് ഉൾക്കൊള്ളേണ്ടതെന്നുള്ളത്. കാരണം പഴമക്കാര് പറയുന്നുണ്ട്, പിന്നെ പഠിച്ച ആൾക്കാർ പറയുന്നുണ്ട്. നമ്മളെന്തായാലും പഠിച്ച ആൾക്കാർ പറയുന്നത് കേൾക്കുന്നുണ്ട് അല്ലേ. അല്ല, കുറച്ചൊക്കെ എന്തായാലും റെസ്റ്റ് വേണം. പക്ഷെ ഓല് വിചാരിച്ചിട്ട് നമ്മള് വീഡിയോ എടുക്കുമ്പോ ഫുൾ ടൈം നമ്മളെ ചിലപ്പോ ആ ഒരു ടൈം ആവും. എല്ലാരും പറയുന്നത് പ്രസവിച്ച് വന്നോളൂ, അതിനു മുമ്പ് അതിനെ കൊണ്ട് കഷ്ടപ്പെടുത്തുക, വീഡിയോ എടുക്കുക, റീച്ചിന് വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് പോലും എടുപ്പിക്കാതെ ചെയ്യിപ്പിക്കുക. കുറ്റം കൂടി നൗഫലിക്കാക്ക. അല്ല, നമ്മള് പറയട്ടെ, 10 മിനിറ്റിന്റെ വീഡിയോ അല്ല ഒരാളെ ലൈഫ്. 10 മിനിറ്റ് കഴിഞ്ഞ് എത്രയോ മണിക്കൂർ ബാക്കി കിടക്കുക. 24 മണിക്കൂറിൽ 10 മിനിറ്റ് നമ്മൾ വീഡിയോ എടുക്കുന്നുള്ളൂ. ബാക്കി മണിക്കൂറൊന്നും നമ്മൾ വീഡിയോ എടുക്കുന്നില്ലല്ലോ. അത് നമ്മൾ കുട്ടീനെ നോക്കുന്നുണ്ട്, കുട്ടീനെ സംരക്ഷിക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ഓളുടെ എപ്പോഴും കംഫർട്ട് സോണിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യലുള്ളൂ. കാരണം ഇപ്പൊ ഇന്നലെ ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ അർജന്റ് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. ആ ടൈമിൽ 2 ആള് ഞങ്ങൾ വീഡിയോ എടുക്കാൻ അയച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ ഒരു വീഡിയോസും കാര്യങ്ങളും അതിന്റെ പ്രൊമോഷൻസ് ആണെങ്കിലും നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമാണ്. അപ്പോ അതില് ഇപ്പൊ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. കാരണം ഓലെ മൈൻഡ് എങ്ങനെയെന്ന് നോക്കിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇവളൊന്ന് കരയുമ്പോഴേക്കും അവൻ ഉറങ്ങി പോകും. ഈ സൗണ്ട് ഇട്ട് ഓൻ കരയും. പിന്നെ ഓൻ കരഞ്ഞ അത് മറ്റേ വെള്ളി നക്ഷത്രത്തിലുണ്ടല്ലോ, ഒരാൾ ചിരിക്കും, ഒരാൾ കരയും. ആ ഒരു അവസ്ഥ. 2 കുട്ടികളെ മാനേജ് ചെയ്യാൻ കുറച്ച് ഇഷ്ടപ്പാടാണ്. 2 ചെറുതായതുകൊണ്ടല്ലേ. പക്ഷെ എല്ലാരും ഉമ്മയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അല്ല, ഈ സമയം കടന്നു പോകുന്നല്ലേ പറയാ. ഭയങ്കര രസാട്ടോ. പിന്നെ വേറൊരു മൈൻഡും ഉണ്ടാവില്ല നമുക്ക്. ദേഷ്യം വരൂല. എനിക്ക് ദേഷ്യം നല്ലോണം വരും.
വീഡിയോ എടുക്കുന്ന ടൈമില് അല്ലാതല്ല. ഉറക്കമില്ലാത്ത രാത്രികളാണോ സിനുവിന്? ഉറക്കല്ല. ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്ന കാര്യമാണ് കുട്ടികൾ ഉണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് സിനു? അതിപ്പോ കുറച്ചുകൂടി തീരെ ഉറക്കല്ല, കാരണം ഒരാളെ നമ്മള് ഇതാക്കുമ്പോത്തിന് അടുത്ത ഒരാള് അങ്ങനെ അങ്ങനെ ഈ കളിക്കും. സമയം കടന്നു പോകും. ആ ഒരു സമാധാനത്തിരിക്കുക. മുമ്പ് ഒരാളെ മാത്രം നോക്കിയാൽ മതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ മോനും കൂടി വന്നപ്പോ ഒരു ഡിഫറൻസ് എങ്ങനെയുണ്ട് മുമ്പും ഇപ്പോഴും? മുമ്പ് എന്താ വെച്ചാൽ മുമ്പ് ഉറക്കമുണ്ടായിരുന്നില്ല, എപ്പോഴും ഉറക്കില്ല. ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഞാൻ അത്ര ഏജ് ഡിഫറൻസ് അല്ല അവരുള്ളൂ. ഓളും കടന്നുറങ്ങിയിട്ട് കരയേണ്ട പ്രായമാണ്. ഇവനും ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഇനി എന്തായാലും രണ്ട് കൊല്ലത്തിന് എന്തായാലും ഈ ഒരു ഇതുണ്ടാവും നമുക്ക്. സിനു ഇങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോ നൗഫൽ കിടന്ന് ഉറങ്ങോ? സുഖമായിട്ട് കിടന്നുറങ്ങും. എന്ത് മനുഷ്യനാണ്, കൂടെ ഇരുന്നൂടെ ഒന്നുമില്ലെങ്കില്. ഞാൻ ഇവള് വിളിക്കുകയാണെങ്കിൽ നീക്കും. അവളെ ഇപ്പൊ അധികം വിളിക്കല്ലോ. ഇവൾക്ക് എന്തോ ഒരു തോന്നലാണ്. ഞാൻ കോട്ടയത് ഞാൻ പറഞ്ഞു തോന്നല് മാറ്റണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞ രാത്രി ചിലപ്പോ തോന്നും ഇക്ക ഉറങ്ങിക്കോട്ടെ ഞാൻ ഇതാക്കട്ടെ എന്നില്ല. അതെന്താ അങ്ങനെ ഒരു തോന്നല് വരുന്നത്? രാവിലെ ഞാൻ ചോദിക്കും. രാവിലെ വന്നിട്ട് അത് ചോദിക്കും. ഞാൻ പറയാം ആ തോന്നല് മാറ്റല്ലേ പഠിച്ചോ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇന്നലെ രണ്ടാളും ഉറപ്പിക്കണം, ഒരാളും ഉറപ്പിച്ച പോലെ. കുട്ടി ജനിക്കുമ്പോ പലരും ഫോട്ടോ ഇടാൻ അല്ലെങ്കിൽ വീഡിയോ ഇടാൻ, കുട്ടിയുടെ ജനിച്ച കുട്ടിയുടെ ഫോട്ടോസ് ഇടരുത് എന്ന് പറയുന്ന പഴയ ആൾക്കാരുണ്ട്. അങ്ങനെ ഇട്ടുകൂടാ, ആരും കാണരുത്, കുഞ്ഞല്ലേ, കുറച്ച് വലുതായിട്ട് ഫോട്ടോസ് ഇടാം. പക്ഷെ നിങ്ങൾ ലൈവിൽ തന്നെ കുട്ടിയുടെ മുഖം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വിമർശനങ്ങൾ വന്നില്ലായിരുന്നു? അല്ല, ഞാൻ പണ്ട് കാണിക്കാത്തതിന് വിമർശനം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചത്. പിന്നെ ഇത് ഞാൻ ആദ്യം തന്നെ ഇപ്പൊ എല്ലാവരും കാണിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ കാണിക്കാതിരുന്നതിന് എനിക്ക് ചാടയാണ്, അഹങ്കാരമാണ്. എൻ്റെ കൂടെ ഇത്ര കാലം നിന്ന് ഫാമിലിയെ പോലെ നിന്നെന്ന് പറയുമ്പോൾ നമ്മൾ കാണിച്ചു പോകും. ചിലവർക്ക് അത് ഇഷ്ടം ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും, ഇവളുടെ ഫാമിലിയിലും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഫോളോവേഴ്സിനോട് നമ്മൾ കാണിക്കുന്ന ഒരു ഇതല്ലേ. നമ്മളെ അതായത് കത്തം ഓതി തീർത്തു എന്നൊക്കെ പറഞ്ഞു. അതായത് നമ്മളെല്ലാം ഒരു ഇതിന് വേണ്ടിയിട്ട് അതൊക്കെ ഓതി തീർത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ അത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മളൊരു നോക്കി നമ്മളെ കുട്ടിയെ കാണിച്ചു കൊടുത്താൽ എന്താണ്, അവർക്ക് കാണാനുള്ള ഓപ്ഷൻ സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നുള്ളതാണ്. അല്ലാതെ കാസർഗോഡുള്ള ആൾക്കാർ ഇപ്പൊ നമ്മുടെ കുട്ടിയെ കാണാൻ വരും. അപ്പൊ അതിന് വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, കുട്ടിയുടെ മുഖം കാണിക്കാൻ പാടില്ല, കുട്ടിയുടെ മുഖം ചെറുപ്പത്തിലെ കാണിക്കണ്ടെന്ന് പറയുന്ന ആൾക്കാർ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിപ്പോ തന്നെ എന്തിനാ വെറുതെ നെഗറ്റീവ് കമന്റ്സ് കേൾപ്പിക്കുന്നു എന്നുള്ള ഒരു പക്ഷം വരുന്നുണ്ട്. ഒരു പക്ഷം നോക്കുമ്പോ അതൊക്കെ ശരിയൊക്കെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നോണ്ടാണ്, അല്ലെങ്കിൽ വീഡിയോസ് ഇടുന്നോണ്ടാണ് നമുക്കിത് കേൾക്കേണ്ടി വരുന്നത്. അത് വെച്ചിട്ട് നമ്മൾ വീഡിയോ ഇതാതെ ഇരിക്കൂലല്ലോ. കാരണം നമ്മുടെ ജീവിത സ്റ്റൈല് മൊത്തത്തിൽ മാറിയത്, അതായത് നമ്മളൊന്ന് രക്ഷപ്പെട്ടത് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ പിന്നെ അതങ്ങനെ കൈവിടാനും പറ്റൂലല്ലോ. അപ്പം നിങ്ങൾ ഈ കമ്പയർ എന്ന് പറയുന്ന സാധനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ആൾക്കാർ കണ്ണു വീടും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനെങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ നിന്നാ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. എന്ത് വന്നാലും അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, അതൊക്കെ ഒരു മൈൻഡിലായിട്ട് എടുക്കുക. കമന്റ് വായിച്ചുതരാം. നിങ്ങളിപ്പം കുഞ്ഞ് ജനിച്ചത് വരെ പ്രൊമോഷൻ ആക്കിയാണ് എടുക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജോലിയുടെ ഭാഗങ്ങളുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ഒരു പ്രൊഡക്റ്റ് വരികയാണ്, അതിനപ്പോൾ എന്തായാലും ആ പ്രൊഡക്റ്റ് അവർ നമുക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണം, നമുക്കും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണം. നമ്മൾ അതിന് ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു സമയം അതിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്, നമ്മളത് വീഡിയോസ് എടുക്കുന്നുണ്ട്, അത് എഡിറ്റ് ചെയ്യുന്നുണ്ട്, അത് എന്താ അവർക്കൊരു ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിന് ഒരു ചിലപ്പോൾ കൊളാബറേഷൻ ആവാം, ചിലപ്പോൾ പെയ്ഡ് ആയിട്ടാവാം, ചിലപ്പോൾ ബാർട്ടർ കൊളാബ് ആവാം. ഇത് നമ്മൾ മാത്രം ചെയ്യുന്നതല്ല, ഇവിടെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ അല്ലേ. അതിൽ അങ്ങനെ വന്നൊരു കമന്റ് ചോദിച്ചട്ടെ, അല്ല മക്കളെ, സത്യത്തിൽ ഏത് പ്രൊഡക്റ്റ് ആണ് ഞങ്ങൾ ഉപയോഗിക്കേണ്ടത്? എല്ലാ പ്രൊഡക്റ്റും നല്ലതാണെന്ന് നീ പറഞ്ഞു വരാറുണ്ടല്ലോ, ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിക്കാമോ? അത് ഇവൾക്ക് വന്നതാവൂല്ലേ? അതെ, അതായത് ഈ ബ്യൂട്ടി പ്രൊഡക്റ്റ്, അതായത് നമ്മൾ ഈ പർപ്പിളിന് എഗ്രിമെന്റ് ഒക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ പർപ്പിളിന്റെ വീഡിയോസ് ചെയ്യാല്. അപ്പൊ പർപ്പിളിന്റെ ഓരോ പ്രൊഡക്ട്സും അവരിറക്കുന്ന എന്താ വെച്ചാൽ ആവശ്യക്കാർ വാങ്ങുക.
അല്ലേ? ഓരോ സ്കിന്നിനനുസരിച്ച് ഓരോ സ്കിന്നിനനുസരിച്ച് നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട് എന്ത് പെയ്ഡ് പ്രൊമോഷൻ അല്ലെങ്കിൽ അതായത് നമുക്ക് ഇഷ്ടപ്പെടുകയാണ്, നമ്മുടെ സ്കിന്നിന് അത് പറ്റുകയാണ്. പിന്നെ ബ്രാൻഡ് സാധനങ്ങളും ലൈസൻസോടുള്ള സാധനങ്ങളാണ് പ്രൊമോട്ട് ചെയ്തോളൂ. ആവശ്യക്കാർ വാങ്ങുക. നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് നമ്മളത് വീഡിയോസ് ചെയ്യുന്നത്. നമ്മൾ ആ വീഡിയോ എല്ലാവരും നമ്മൾ പോയിട്ട് നിർബന്ധിക്കുന്നില്ല, നിങ്ങളിത് വാങ്ങിക്കോളി, തേച്ചോളി, നിങ്ങളെ അതായത് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത് സമൂഹത്തിലേക്ക് ആ ഒരു ബ്രാൻഡിനെ എത്തിക്കുക. നമുക്ക് തരുന്ന വേതനത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം. അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാനല്ല ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. അതിലൊരു കമന്റ് കൂടി വായിക്കട്ടെ. എന്ത് പ്രൊഡക്റ്റ് തേച്ചിട്ടും നിന്റെ മുഖത്തെ കുരുക്കൾക്ക് ഒരു കുറവുമില്ലല്ലോ, ഇനി ഞങ്ങളുടെ മുഖവും കൂടി കുരു വന്ന് ബോറാവാനാണോ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത്? ഇന്റത് ഓൾറെഡി കുരുല്ല ഇതാണ്. പിന്നെ നമ്മൾ അതിനനുസരിച്ച് അത് യൂസ് ചെയ്താൽ ചിലപ്പോ പോയിരിക്കും, നേരമില്ലാത്തോണ്ട്. യൂസ് ചെയ്യാണ്ടാണോ പ്രൊമോഷൻ പ്രൊഡക്റ്റ് ഇപ്പൊ നമ്മളിപ്പോ തരുന്ന പ്രൊഡക്ട്സ് ഇപ്പൊ ഒരു ദിവസം കിട്ടി, നമ്മളതൊരു 1 വീക്ക് യൂസ് ചെയ്യും. ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നു, സൺസ്ക്രീനൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നു. എന്റെ മുഖത്തൊരു കുരുവില്ലല്ലോ, ഇല്ലല്ലോ. പിന്നെ ഞാൻ ജന്മനുള്ളതാണ്, അത് നമുക്ക് മാറ്റാൻ കഴിയൂല. അതിനൊരു പ്രോഡക്റ്റ് വന്നാൽ ഞാൻ ഉപയോഗിക്കലുമില്ല, കാരണം അതിന്റെ ഐഡന്റിറ്റി ആണല്ലോ. അപ്പൊ പിന്നെ ഞാൻ വെളുക്കാൻ പരമാവധി അങ്ങനെ നോക്കലില്ല. നമ്മളുടെ യൂട്യൂബ് ഫാമിലിയിലെ മെയിൻ ആളാണ് ഉമ്മ, അല്ലേ? ഉമ്മക്കൊരു പുതിയ അതിഥി കൂടി വീട്ടിൽ വന്നിട്ടുണ്ട്, അല്ലേ? അപ്പൊ കുഞ്ഞുവാവ വന്നപ്പോ എന്താ തോന്നുന്നേ? സന്തോഷം. അത്ര മാത്രമേ ഉള്ളൂ. രണ്ടുപേരായാലും ഇപ്പൊ രണ്ടുപേരും കൂടി നോക്കാൻ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പറ്റുന്നുണ്ട്. എനിക്ക് പറ്റുന്നുണ്ട്. ഈ സിനു ഉറക്കം എണീറ്റ് കുട്ടീനെ നോക്കുമ്പോ നൗഫിലടന്ന് ഉറങ്ങും എന്ന് പറഞ്ഞല്ലോ, അത് ശരിയാണോ? അത് അവന് കുറുക്കനാണ്, രാത്രി ഉറക്കല്ല. അതേമാതിരി 2 മക്കളും. ഇവരെക്കാളും കൂടുതൽ ഉമ്മയാണ് കുട്ടികളെ നോക്കണേന്ന് പറഞ്ഞല്ലോ, ശരിയാണ്. അങ്ങനെ ഒരു 8-9-10 മണി വരെയൊക്കെ ഞാൻ നോക്കും. അത് കഴിഞ്ഞ പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. ഉറങ്ങണം, പിന്നെ ഉറങ്ങണം അല്ലേ? പിന്നെ ഉറങ്ങണം. ഉറങ്ങാഞ്ഞാലേ ഉറങ്ങാൻ സമ്മതിക്കുവല്ല? അല്ല, ഇവിടുത്തെ ഞാൻ നോക്കില്ല. വീട്ടിലാണെങ്കിൽ ഇവര് അവിടുന്ന് കരയുമ്പോ വാലടക്കൂല, ഞാനാണ് ചെല്ലട്ടെ വെച്ചിട്ട്. അപ്പൊ കരയുമ്പോ ഞാൻ വീടെടുത്തിട്ട് വരും. ഇവിടെ ഉറങ്ങിയ അതിൽ തൊട്ടിക്കൊണ്ടി കിടത്തും. ഈ നമ്മളിപ്പോ അലന് കുഞ്ഞുവാവയ്ക്ക് പേരിട്ടത് കുറെ വിവാദങ്ങളൊക്കെ ആയി, അറിഞ്ഞോ? പറയുന്നിട്ട് മോന് ക്രിസ്ത്യൻ പേരാണ് ഇട്ടത്, മുസ്ലിം പേര് എന്തുകൊണ്ട് ഇട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ? നമുക്കറിയില്ല, ഇപ്പൊ ക്രിസ്ത്യാനി പേരാണോ? എന്തൊരു പേരിട്ടു? ഉമ്മക്ക് ഇഷ്ടപ്പെട്ട പേര്? എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഇനി ഒരു പെൺകുട്ടിയാണെങ്കിൽ ഉണ്ടാവുന്നേ അപ്പൊ വേറെ വേണ്ട. അപ്പൊ ഇതിങ്ങനെ കുറ്റം പറയുന്നവരുണ്ട്, എന്താ ഉമ്മക്ക് പറയാനുള്ളേ? അവര് പറഞ്ഞോട്ടെ, ആയോണ്ടല്ലേ നമുക്കെന്താ. നമുക്കൊരു പ്രശ്നം. മേത്തട്ടൂല, മേത്തട്ടുമ്പോഴേ നമ്മള് പ്രതികരിക്കുള്ളൂ. ഇവർക്ക് പോലും ഇതൊന്നും അറിയില്ല. എന്ത് ഇതെങ്ങനെയൊക്കെ പറയാൻ? ചെറിയ കുട്ടികളല്ലേ, നമുക്ക് വയസ്സായില്ലേ, ഇങ്ങനെയൊക്കെ സംസാരിക്കറിയില്ല. നമ്മള് സംസാരിക്കുമ്പോ കറക്റ്റേ സംസാരിക്കുള്ളൂ, കാരണം എല്ലാ ഇന്റർവ്യൂ കഴിഞ്ഞാലും ഞങ്ങളെ എയറിലുണ്ടാവൂലേ. ഇപ്പൊ റീസെന്റ് ചെയ്തതിലൊക്കെ ഞങ്ങൾ ബഹിരാകാശത്താ. ഇങ്ങനെ തുറന്ന് പറയല്ലേ. അത് കുറെ കണ്ണാടി നെറ്റിപ്പട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കിട്ടുന്നുണ്ട്, ഫോണിലുള്ള കയ്യില് കിട്ടണില്ലാന്ന് പറഞ്ഞേ. അങ്ങനെ ഈ മക്കള് കൊറേ പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ടല്ലോ. ഉമ്മക്ക് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടാറുണ്ടോ? വയസ്സാകാലത്ത് ഞാൻ ചെറുപ്പം മുതലേ ഇല്ല. എന്ത് ഫൗണ്ടേഷൻ അല്ലേ? അല്ല, പൗഡർ. നമ്മളെ തേക്കില്ല. നമുക്ക് പാരമ്പര്യമായി കിട്ടിയ സൗന്ദര്യം ഉണ്ടല്ലേ, എന്ത് മതി. ഇതങ്ങോട്ട് മേലാകത്തേക്ക് എത്തിയാൽ മതി. ഇവരൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ഫൗണ്ടേഷന്, ഏത് അല്ല, ഇവള് പ്രസവിച്ച് നടക്കുന്ന ടൈമില് കുറച്ച് ബെൻഡിങ് ആയിരുന്നു. അമ്മനോട് ചോദിച്ചു, ഏതായാലും പെറ്റെടുക്കണം, ഓൾക്ക് ഇനി ചെയ്യാൻ പറ്റില്ല, തൽക്കാലം നിങ്ങളൊന്ന് ഈ ബ്യൂട്ടി ഒക്കെ ചെയ്യുമോന്ന് ചോദിച്ചു.
ഉമ്മാക്കാണ് ഫാൻ ബേസ്. നിങ്ങളുടെ വീഡിയോ എന്തിനാ കാണുന്നത്? നിങ്ങളെ കാണാനല്ല. ഞങ്ങൾ കാണുന്ന ആരും പറയില്ലല്ലോ. ആ നിങ്ങളെ കാണാനല്ല വീഡിയോ കാണുന്നത്. ഫാൻ ബേസ് ആയിക്കോട്ടെ. അതെന്താന്ന് വെച്ചാൽ കുറെ കാലം ആരും ഇല്ലാത്തിരുന്നില്ല, കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറയാൻ നമുക്ക് സന്തോഷം. അല്ലാതെ ഞങ്ങള് ഫാൻ ബേസ് ആണ്, നമുക്ക് ഫാൻ ഉണ്ടാക്കണം എന്നേ വരെ നമ്മളൊന്നും ചെയ്തില്ല. നമ്മള് ഫാൻ ബേസ് അല്ലത് നോക്കിയത്, നമ്മളെങ്ങനെ രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. ഞങ്ങൾക്ക് ഒരാൾ വന്ന് ഞങ്ങളെടുത്ത് സെൽഫി എടുക്കണോ, ഞങ്ങൾ എല്ലാ പരിപാടിക്ക് നമ്മളെ അതിഥിയായിട്ട് വിളിക്കുന്നത് നമുക്ക് ഒരു ആഗ്രഹം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. സത്യം നമുക്ക് എന്താ വെച്ചാൽ നമ്മള് എന്താണ് കഷ്ടപ്പാടുന്ന എങ്ങനെയെങ്കിലും ഒന്ന് കര കയറിയാൽ അതിന്റെ ഇടയിൽ കുറച്ച് കുറെ ഫാൻ ഇല്ലല്ലേ. ഉമ്മാക്ക് സിനിമയിൽ അഭിനയിക്കുന്ന അങ്ങനത്തെ കാര്യമൊന്നും പറയരുതേ. അതെന്താ വീഡിയോയിൽ അഭിനയിക്കുന്നില്ല, അപ്പൊ എന്താ സിനിമയിൽ അഭിനയിച്ച? വീഡിയോ ഇതാക്കണ പോലെയല്ല സിനിമയില്. ആ ആൾക്കാരെന്നല്ലേ സിനിമയും കാണണ, അത് വേറെ. സിനിമ പറഞ്ഞ പോലെ ഇവിടെ ഇതൊന്നും പറഞ്ഞാൽ അതുപോലെ പിന്നാലെ ലോലോ വെച്ചിട്ട് നടക്കണ്ടേ. പിന്നെ പണിയാവും. അതെ, പിന്നെ എന്റെ ഒന്നും പിടിച്ചാലും കിട്ടില്ല. പിന്നെ നിങ്ങളുടെയൊക്കെ വീഡിയോയിൽ ഞാൻ വരത്തില്ല എന്നല്ലേ, കണ്ട മൈൻഡ് പോലും ചെയ്യില്ല, ആ ലെവലാവും. രക്ഷപ്പെട്ടാ ഞായറാഴ്ച. അതെ ആണ് ഉമ്മ. ഇപ്പൊ ഇവര് പറയുന്നുണ്ട്, പലരും നമ്മുടെ പഴയ ആൾക്കാർ പറയുന്നുണ്ട് കുഞ്ഞു വാവയുടെ മുഖം ഇങ്ങനെ കാണിക്കാൻ പാടില്ല, ജനിക്കുമ്പോഴേ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്. ആ നായത്തിന് ഞാനും ഉണ്ട്. എനിക്ക് വലിയ ഇഷ്ടണ്ടായിട്ടല്ലോ പിന്നെ ഓരോ മക്കള് കുട്ടികള് എല്ലാരും അഡ്ജസ്റ്റ്മെന്റിലാണ് ജീവിതം എന്നൊക്കെ. ജീവിതം മൊത്തം ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നെ അല്ലേ. അത് ചെയ്യാൻ പറ്റുമല്ലാണ് ലൈഫിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ശരിയാ, ഇവര് പറയുന്ന പോലെയാണ് അപ്പൊ ഉമ്മ കേക്കുന്നേ. നമ്മള് കേൾക്കും ചെയ്യും. ചോറല്ലേ. ഇതിനിപ്പോ അടുത്ത കമന്റ് ഒരു ഉമ്മയെ പേടിപ്പിച്ച് ഉമ്മാന്റെ ആഗ്രഹങ്ങളൊക്കെ നമ്മള് സാധിച്ചു കൊടുത്തിക്കണ്. ഉമ്മറക്ക് പോണെന്ന് പറഞ്ഞു, ഉമ്മറക്ക് വിട്ട് പെര വാണെന്ന് പറഞ്ഞു. പെര ഉമ്മ പറഞ്ഞിട്ടില്ല, പെര ഉമ്മക്ക് ആ പെര തന്നെയായിരുന്നു. പെര വാണെന്ന് പറഞ്ഞു ഓളാണ് തന്നെ. ഒരു വലിയ പെര വേണം, സാധനങ്ങളൊക്കെ സ്ഥലം ഒരു വലിയ പെര വേണം. അത്രയ്ക്ക് വേണ്ടി പ്രൊമോഷന്റെ സാധനങ്ങളായിരിക്കും അല്ലേ, കിട്ടുന്ന കിട്ടുന്ന സാധനങ്ങളല്ലേ? അല്ല, ഓല പെട്ടിയും പറമ്പാണോ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ. പ്രൊമോഷനോ? മനസ്സിലായില്ല. പ്രൊമോഷൻസിന് ഇങ്ങനെ ഫ്രീ ആയിട്ട് കുറെ സാധനങ്ങൾ കിട്ടില്ലേ? അതൊക്കെ പോകുന്ന സാധനങ്ങൾ, അതൊക്കെ ഒക്കെ സ്ഥലമുണ്ട്. അതിനെന്തെങ്കിലും ഉമ്മാക്ക് തരാറുണ്ടോ? അല്ല, വെറും പ്രൊമോഷനാന്ന് പറഞ്ഞാൽ നമ്മള് ജീവിക്കുന്ന മൊത്തം പ്രൊമോഷൻ അല്ലട്ടോ ഗൈസ്. അങ്ങനെയല്ല, നമ്മൾ പ്രൊമോഷൻ മീൻസ് എല്ലാവർക്കും കിട്ടുന്ന പോലെ നമുക്കും പ്രൊമോഷൻസ് വരലുണ്ട്, നമ്മൾ ചെയ്യലുണ്ട്. അതിന് നമുക്കൊരു പേയ്മെന്റ് കിട്ടലുണ്ട്. ജീവിച്ചു പോണ്ടേ. പണ്ടത്തെ ജീവിത രീതി അല്ലല്ലോ ഇപ്പത്തെ ജീവിത രീതി, മാറി. പണിക്ക് ഞങ്ങൾക്ക് കറണ്ട് ബില്ല് കെട്ടാനും പറ്റും. അല്ല, അതുകൊണ്ട് പണിക്ക് പോണില്ല എന്നുള്ളതാണോ? ഇപ്പൊ ഞങ്ങൾക്ക് അൽഹംദുലില്ലാ ഷോപ്പ് ഉണ്ട്. വെറും യൂട്യൂബ് മാത്രമല്ല നമുക്ക് ബിസിനസ്സുകളുണ്ട്. കാരണം ഇപ്പൊ ഫേസ്ബുക്കിന്റെ ഏർണിങ്സ് കുറച്ചല്ലോ. ഇനിയിപ്പോ അടുത്ത യൂട്യൂബിന്റെ കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ധൈര്യമായിട്ട് പറയാനുള്ള നമ്മളപ്പുറത്ത് ചെയ്തിട്ടോ, അതായത് ഷോപ്പായിട്ടും ഇനി ഓൺലൈൻ ബിസിനസ് ആയിട്ടൊക്കെ നമുക്കുണ്ട്. അതായത് ഇത് പോയി കഴിഞ്ഞാലും ജീവിക്കാനുള്ള ഒരു സംഭവം അപ്പുറത്ത് ഈ ഒരു ഇതേ ടൈമിൽ നമ്മൾ ചെയ്തു വെക്കുന്നുണ്ട്. അപ്പൊ ആ രീതിക്ക് പോണ്ടി വരും. അല്ല, അങ്ങനെ പോയി ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഞാൻ പറയാം, 1000 രൂപ കൊണ്ട് മാസം ജീവിക്കുന്നവരുണ്ട്, 1 ലക്ഷം കൊണ്ട് 10,000 കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഓരോന്നും മരിക്കാതെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അങ്ങനെ ജീവിക്കാൻ നമുക്ക് പറ്റും. അത് നമ്മൾ അവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. അല്ലാതെ ഞാനിപ്പോ ഒരു മാസം 1 ലക്ഷം റുപ്യ കൊണ്ട് ജീവിച്ചു, അടിച്ചു പൊളിച്ച് ജീവിച്ചു, എനിക്ക് നാളെ അല്ലെങ്കിൽ അടുത്ത മാസം എനിക്ക് 1000 റുപ്യ കൊണ്ടാ ജീവിക്കണമെങ്കിൽ അതിന് ഈ ചിലപ്പോ നമ്മുടെ എല്ലാ സുഖങ്ങളും ഒഴിവാക്കിയിട്ട് വെറും ഭക്ഷണം മാത്രം കഴിച്ച് ജീവിക്കേണ്ടി വരും. അങ്ങനെ നമ്മള് മാറണം. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. ഞങ്ങൾ അങ്ങനെയും ജീവിച്ചിട്ടുണ്ട് അല്ലേ. നിങ്ങൾ 100 റുപ്യ കൊണ്ട് ഒരു ആഴ്ച ജീവിച്ചിട്ടില്ലേ? കടയിലൊക്കെ പോകുമ്പോ 100 പച്ചമുളക് 50 പഞ്ചസാരൊക്കെ വാങ്ങും. അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. ഇന്ന് ആ സാധനത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് 3000 റുപ്യക്ക് സാധനം വാങ്ങി വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ഞാൻ വന്ന് കയറി എന്താച്ചാ വാങ്ങിക്കൊള്ളിന്നാണ്. അതായത് അത് അഹങ്കാരം കൊണ്ട് നമുക്ക് വാങ്ങാൻ പേടി. നമ്മളിങ്ങനെ 50 100 വാങ്ങിയ ആൾക്കാർ ഓരോ കിലോനൊക്കെ വാങ്ങുമ്പോ കുറച്ചുകൂടി പൈസ തോനാവൂലേ. ഒരിക്കലും പൈസ വന്നുകൊണ്ടുള്ള അഹങ്കാരമല്ല.
ഇങ്ങനെയൊന്ന് ജീവിക്കട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതമാണല്ലോ. എന്നും സങ്കടങ്ങളും ദുരിതങ്ങളും മാത്രമായിട്ട് ജീവിക്കുമ്പോൾ പഠിച്ചവനവിടെ ചെന്ന് ചോദിക്കാൻ മറ്റേ ദുൽഖറിന്റെ സിനിമ അല്ലേ, ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ ഇതൊന്നും കാണാതെ വന്നു ചോദിക്കില്ലേ? അതേമാതിരി ഇതൊക്കെ ആസ്വദിക്കുക, പറ്റണത് ചെയ്യാ. ഭരിച്ചു പോകുമ്പോ ഇതൊന്നും കൊണ്ടുപോകില്ലല്ലോ. അതെ നമ്മൾ കഷ്ടപ്പാടും അനുഭവിച്ചിരിക്കണേ. ഇപ്പൊ അൽഹംദുലില്ലാ സന്തോഷങ്ങളും, ഒരു ആളെ എങ്ങനെ ജീവിക്കുന്നു, എല്ലാ ആഗ്രഹങ്ങളോടും എങ്ങനെ ജീവിക്കുന്നു, അതിലൂടെ നമ്മൾ ജീവിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. നമ്മള് ആളുകളെ നമ്മളെയും കൂടി പറ്റുന്ന രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിപ്പോ വീഡിയോയിൽ പറയാ കാണിച്ച് ചെയ്യാൻ നമ്മൾ ചെയ്തിട്ടില്ല. അത് നമ്മള് ചെയ്യുന്നതിന് പിന്നെ കാര്യമില്ലല്ലോ. അതെ, ഒരു ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും കണ്ടിട്ടാണ് ശരി നിങ്ങൾ ഇതുവരെ എത്തി നിൽക്കുന്നത് അല്ലേ? നീ നാളെ ചിലപ്പോ അവൾക്ക് തന്നെ പോണ്ടി വരും. പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള കാര്യമൊന്നും നമുക്കറിയാം. നമ്മൾ അവരുടെ അക്സെപ്റ്റ് ചെയ്ത് വന്ന എന്താ ആൾക്കാരാണ്. ഇവിടെ എന്താ ചെയ്യിച്ച അതുപോലെ മാപ്പിള വേണമെങ്കിൽ